ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ് നിരവധി സ്ത്രീകൾ. ഇനിയും ഒരുപാട് വെളിപ്പെടുത്തലുകൾ പുറത്തു വരാനിരിക്കുന്നു. പരാതി തന്നാൽ കേസെടുക്കാമെന്ന് പറഞ്ഞ് എത്ര നാൾ സർക്കാരിന് ഈ തുറന്നു പറച്ചിലുകൾ കേൾക്കാതിരിക്കാനാകും? സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഭരണകൂടം എന്ത് നടപടിയെടുക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ തുറന്നു പറച്ചിലുകളുടെ വേദിയാകുകയാണ് മലയാള സിനിമാ ലോകം. ഒരിക്കൽ പറയാൻ മടിച്ച അനുഭവിച്ച അതിക്രമങ്ങളെക്കുറിച്ച് ചിലരെങ്കിലും തുറന്നു പറഞ്ഞു തുടങ്ങി. So probably he liked me and maybe if it would have been some other time I would have reciprocated. I don't know. He's a good looking chap. Any woman would fall for his charm. But I was not in that zone. So he was touching my hair, he was touching my hand. If I meet somebody for the first time, I was not in that close proximity with that person mentally, physically or elsewhere, that I would allow a person without my consent to touch my hand. That action, I felt uneasy, yes. സംവിധായകനും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് ആരോപണം ഉന്നയിച്ചത്. മമ്മൂട്ടി ചിത്രമായ പാലേരി മാണിക്യത്തിൽ അഭിനയിക്കുന്നതിനായി വിളിച്ചുവരുത്തി മോശമായി പെരുമാറിയെന്നായിരുന്നു തുറന്നു പറച്ചിൽ. സിനിമയിൽ വലിയ സ്വാധീനമുള്ള പ്രമുഖ നടനിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ചാണ് നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ വെളിപ്പെടുത്തിയത്. അച്ഛനെ പുറത്ത് ആക്കിയതിൽ മാപ്പ് പറയാനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ബന്ധപ്പെടുന്നത്. പക്ഷെ മാപ്പ് പറഞ്ഞതുമില്ല. അതിനുശേഷം ഒരു ഹലോ എന്ന് പറഞ്ഞ പോലും വീണ്ടും കോണ്ടാക്ട് ചെയ്യാനൊരു ശ്രമം നടന്നിട്ടില്ല. അതിൽ നിന്നത് വ്യക്തമാണ് ആ ഒരു ഇന്റൻഷനോടെ സമീപിക്കേണ്ട എന്നുള്ളത്. പടവെട്ട് സിനിമയുടെ സംവിധായകൻ ലിജു കൃഷ്ണയിൽ നിന്നുണ്ടായ ദുരനുഭവം അതിജീവിത റിപ്പോർട്ടറിലൂടെ പങ്കുവച്ചു. സംവിധായകനാണ്, അവന്റെ പേര് ഞാൻ ഒച്ചത്തിൽ വിളിച്ചു പറയും. അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ്. അവൻ ചെയ്ത സിനിമയുടെ പേര് പടവെട്ട് എന്നാണ്. അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ്. അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ്. അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന്. അവൻ മരിക്കുന്നവരെ വരെയും റേപ്പിസ്റ്റായി മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ഇന്ന് ഞാൻ ഈ ശബ്ദം ഉയർത്താൻ കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പലരും ചോദിക്കുന്നുണ്ടല്ലോ സർവൈവേഴ്സ് എന്തുകൊണ്ട് പുറത്തു വന്ന് ശബ്ദിക്കുന്നില്ല എന്നുള്ളത്. ഈ ശബ്ദം ഞാൻ എടുത്ത ശേഷം ഞാൻ ഈ കട്ടിലയിൽ കിടന്നു പോകും. അത്ര പോലും നിവർന്നു നിൽക്കാൻ എനിക്ക് ഇനിയും ആരോഗ്യമായിട്ടില്ല. നടി ഉഷ ഹസീനയും വർഷങ്ങൾക്ക് മുൻപ് തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു. പവർ കമ്മിറ്റി തന്നെ ഒതുക്കിയതാണ് എന്ന് ഇപ്പോൾ തോന്നുന്നുവെന്നും ഉഷ ഹസീന. 1-2 സംവിധായകരിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ വിട്ടുവരാൻ നിന്നതാണ്. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് പരാതി പറയാനൊരിടമൊന്നും ഒന്നുമില്ല. നമ്മൾ തന്നെ പ്രതികരിക്കുക. എന്നെ റൂമിലേക്കാണ് വിളിച്ചത് പുള്ളി. ഞാനിപ്പോൾ വീണ്ടും സജീവമായിട്ട് ഉണ്ട്. ഇടക്കാലത്ത് എനിക്ക് വർക്കുകളില്ലായിരുന്നു. ഞാൻ പ്രതികരിക്കുന്നത് കൊണ്ടും ചില കാര്യങ്ങളിൽ എൻ്റെ പ്രതികരണം ഉണ്ടായതുകൊണ്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നല്ലോ അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഒതുക്കിയതാവാം. തിരുവനന്തപുരം വനിതാ കോളേജ് മുൻ അധ്യാപിക ഡോക്ടർ മേരി ജോർജിന് വിദ്യാർത്ഥിനികളെ ചൂഷണം ചെയ്ത പ്രമുഖ നടനെക്കുറിച്ചായിരുന്നു പറയാനുണ്ടായിരുന്നത്. അതായത് 1980കളിൽ അന്ന് ഞാൻ വിമൻസ് കോളേജിലെ ടീച്ചറായിരുന്നു. അങ്ങനെ അന്ന് വിമൻസ് കോളേജിൽ ഇങ്ങനെ ചില കുട്ടികളെയൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രമുഖർ അവരുടെ ഓരോ ഫിലിം ഫിലിം ലൊക്കേഷനിലേക്ക് വിളിക്കുകയും നിങ്ങൾക്ക് അവസരം തരാം, എങ്ങനെയാണ് ഈ ഫിലിം ഷൂട്ടിംഗ് എന്നൊക്കെ ഒന്ന് കണ്ടു പഠിക്കാം, വരാൻ പറഞ്ഞ് ഇവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുന്നത് കാണാനല്ല കുട്ടികളെ വിളിക്കുന്നത്, അവരങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അവരിൽ നിന്ന് തന്നെ മറ്റു കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഈ പട്ടിക പൂർണ്ണമല്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് കേരളം സാക്ഷിയാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ സ്ത്രീകൾ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ ഇതുവരെ കാതടച്ചിരുന്ന സർക്കാർ എങ്ങനെ നേരിടുമെന്നാണ് ഇനി കാണേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഭിനേത്രികൾക്ക് നൽകുന്ന ആത്മവിശ്വാസത്തെയാണോ സർക്കാർ ഭയക്കുന്നത്? റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.